എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും തന്നെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്നവരായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാലൊക്കെ അത് ഏറ്റവും വേഗത്തിൽ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ +1 പ്രവേശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് നടക്കുന്നത്, +1 അഡ്മിഷൻ. അപ്പോൾ ഇത്തരത്തിൽ +1 അഡ്മിഷനായി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കയ്യിൽ കരുതേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടത്? ഈ ഒരു കാര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട്. മാത്രമല്ല, ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ +1 അഡ്മിഷനായി പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ട, വിദ്യാർത്ഥികളുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ് എന്ന് ഒഫീഷ്യലായി പുറത്തിറങ്ങിയ ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകളും, പ്രത്യേകിച്ച് +1 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യം ഇത്തരത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് മുൻപ് പുറത്തിറങ്ങിയ ഒഫീഷ്യലായ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടുകൊണ്ട്, കാണിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ +1 അഡ്മിഷൻ സമയത്ത്, അതായത് +1 അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷനായി പോകുന്ന സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ട വിവിധ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇതിൽ ഒന്നാമത്തത് യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ളവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ ഹാജരാക്കണം. യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പാസ്സായിട്ടുള്ള എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ CBSE ICSE സർട്ടിഫിക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിങ്ങളിൽ പലർക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതിയാവും. വിടുതൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് TC ആണ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. അതേപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ഈ 2 സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളുടെ വിശദാംശങ്ങൾ നമുക്ക് താഴേക്ക് പോകുന്ന സമയത്ത് വീണ്ടും പരിശോധിക്കാം. ഇനി അടുത്തതായി പ്രായപരിധി ഇളവ് വേണ്ടുന്ന വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഉത്തരവുകളുടെ അസൽ ഹാജരാക്കണം. പ്രായപരിധി ഇളവ് വേണ്ടവർ മാത്രം ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മതിയാവും. മൂന്നാമതായി വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 40% കുറയാത്ത വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതും അത്തരത്തിൽ വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രം ഹാജരാക്കിയാൽ മതി. നാലാമതായി സാമുദായിക സംവരണം പരിശോധിക്കുന്നതിന് SSLC ബുക്കിലെ സാമുദായിക വിവരങ്ങൾ മതിയാവും. സാമുദായിക വിവരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ് പോലുള്ള വിവരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ SSLC ബുക്കിൽ നിന്നും വിഭിന്നമായ സാമുദായിക വിവരമാണ് സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളത് എങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതായത് നിങ്ങൾ SSLC ബുക്കിലുള്ള അതേ കാറ്റഗറി, കാസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ മറ്റൊരു സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കേണ്ടതില്ല. എന്നാൽ അതിൽ നിന്ന് മാറിയാണ് നിങ്ങൾ കാസ്റ്റ്, കാറ്റഗറി പോലുള്ള വിവരങ്ങൾ നൽകിയത് എങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ഇനി SC ST OEC വിദ്യാർത്ഥികൾ റവന്യൂ അധികൃതർ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. അടുത്തതായി തമിഴ്, കന്നഡ ഭാഷാ ന്യൂനപക്ഷമാണെങ്കിൽ ആ വിവരം യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ, അതായത് SSLC സർട്ടിഫിക്കറ്റിൽ മാതൃഭാഷയുടെ കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി അത് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തദ്ദേശ ഭാഷാ ന്യൂനപക്ഷ സംഘടനയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാൻ പ്രസ്തുത സംഘടനയുടെ അംഗത്വ രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ ലെറ്റർ ഹെഡിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇത് ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ഇനി അടുത്തതായി താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിന്റെയും പേരിൽ ബോണസ് പോയിന്റ് ലഭിക്കുന്നവർ, അതായത് നിങ്ങളുടെ പഞ്ചായത്ത്, താലൂക്ക് അതേപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ബോണസ് പോയിന്റ് ഉണ്ട്. ആ കാര്യങ്ങൾ SSLC ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കുന്ന മറ്റൊരു സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം റേഷൻ കാർഡോ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതാണ്.
അടുത്തതായി NCC വിദ്യാർത്ഥികൾ. NCCക്ക് 75% ഹാജരുണ്ട് എന്നുള്ള NCC ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. രാജ്യ പുരസ്കാർ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രം സ്കൗട്ട് ആൻഡ് ഗൈഡ് വിഭാഗത്തിൽ ബോണസ് പോയിന്റിന് അർഹതയുണ്ടാവും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അടുത്തതായി ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിലെ സർവീസിലുള്ള ജവാന്റെ ആശ്രിതർ എന്നുള്ളതിന് പ്രസ്തുത ജവാന്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ച എക്സ് സർവീസ് ജവാന്റെ ആശ്രിതർ എന്നുള്ളതിന് സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അപ്പോൾ ജവാന്മാരുടെ മക്കൾക്കും ആശ്രിതർക്കുമുള്ള ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. ഇനി അടുത്തതായി SPC വിദ്യാർത്ഥികൾ, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ. ഇവിടെ പ്രതിപാദിച്ച തരത്തിലുള്ള SPC പ്രൊജക്ട് കേരള നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. അടുത്തതായി ടൈ ബ്രേക്കിന് പോയിന്റ് നൽകുന്ന ഇനങ്ങളിൽ NTSC ഈ വർഷം മുതൽ NMMS, USS, LSS പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ NTSC, NMMS, LSS, USS ഒഴികെയുള്ളവ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പങ്കെടുത്തിട്ടുള്ളവ ആയിരിക്കണം. NTSCക്ക് പോയിന്റ് ലഭിക്കാൻ 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് SCRTയോ NCRTയോ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇനി NMMS, LSS, USS പോലുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതിന് അതാത് സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 11ാമതായി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബന്ധപ്പെട്ട അധികാരികൾ പ്രോസ്പെക്ടസിലെ അനുബന്ധം 4 മാതൃകയിൽ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അത് അത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ +1 അപേക്ഷാ സമയത്ത് അത് കാണിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. 12ാമതായി ലിറ്റിൽ കൈറ്റ്സിനുള്ള ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് കൈറ്റ് നൽകിയിട്ടുള്ള A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അടുത്തതായി മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം EWS വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിന് പ്രോസ്പെക്ടസിലെ അനുബന്ധം 10 സർക്കാർ ഉത്തരവിലെ ഖണ്ഡിക 5-ൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് വില്ലേജ് ഓഫീസറിൽ നിന്നും ലഭിക്കുന്ന ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. EWS വിഭാഗക്കാർക്ക് ആ ഒരു സംവരണം ലഭിക്കണമെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ നിങ്ങൾ ഹാജരാക്കണം. അപ്പോൾ ഇത്തരത്തിൽ +1 അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷനായി നിങ്ങൾ പോകുമ്പോൾ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചുള്ള വിവരമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യത്തേത് എല്ലാ വിദ്യാർത്ഥികളും ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. അതായത് യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക് പോലുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാ വിദ്യാർത്ഥികളും ഹാജരാക്കേണ്ടതാണ്. ബാക്കിയുള്ളവ അതാത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ സംവരണം ലഭിക്കുന്ന ആളുകൾ മാത്രം ഹാജരാക്കിയാൽ മതിയാവും. അപ്പോൾ +1 അഡ്മിഷനായി പോകുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു കാര്യം കൃത്യമായ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മുൻപ് പുറത്തിറങ്ങിയതാണെങ്കിലും ഈ വർഷവും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ആവശ്യം വരും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ആ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക. ഓരോ സർട്ടിഫിക്കറ്റുകളും ആരൊക്കെയാണ് ഹാജരാക്കേണ്ടത് എന്നും ഏത് രീതിയിലുള്ളതാണ് എന്നൊക്കെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വിദ്യാർത്ഥികളും തന്നെ തയ്യാറാക്കി വെക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഈ ഒരു സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. മാത്രമല്ല, നിങ്ങൾ കാത്തിരിക്കുന്ന +1 ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചാലും അതിനുശേഷം നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളുമൊക്കെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക. അപ്പോൾ ഉടൻ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.